ഹായ് സുഹൃത്തുക്കളെ, മൈ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യക്തികൾക്കും, ഓരോ വ്യക്തികൾക്കും 1000 നന്ദി. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ അനീഷ് ഒരു കാളയെ മേടിച്ചിരുന്നു. ആ കാളയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും ഏതനത്തിൽപ്പെട്ട കാളയാണെന്നും നമുക്ക് അനീഷിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അനീഷേ, അത് ഏതനത്തിലെ കാളയായിരുന്നു? അത് ഞാൻ വണ്ടിക്കാളയാന്നും പറഞ്ഞ് മേടിച്ചായിരുന്നു. പിന്നെ അത് എന്താ മേടിച്ച ഒരു ഇഷ്ടം കൊണ്ട് മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാരും പറയുന്നത് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് പറയുന്നത് അത് നമ്മുടെ പോരുകാള ജല്ലിക്കെട്ട്. അങ്ങനെ ആ 3.5 കൊല്ലം നിന്ന് നിർത്തിയാൻ. പിന്നെ അതിനെ അഴിക്കാൻ പറ്റാത്തോണ്ട് അങ്ങ് വിറ്റ ഇടിക്കുമായിരുന്നു. ഞാൻ 6 മാസം പ്രായമുള്ളപ്പോ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. പിന്നെ ഒരു വയസ്സ് വരെ ഞാൻ നോക്കിയിട്ടാ കയറി. അനീഷ് ഒരു പ്രവാസിയും കൂടെ ആണ്. ഇപ്പം ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. എത്ര 2 മാസമേക്കോ? 2 മാസം ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. വന്നപ്പോഴും അതിന് അഴിക്കാൻ വയ്യാത്തതിന്റെ പേരിൽ കൊടുത്തു അല്ലേ? അതിന് മുന്നേ അനീഷിന്റെ അമ്മയായിരുന്നു, വെച്ചാൽ എന്റെ അച്ഛന്റെ അമ്മാവിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അമ്മാവിക്ക് പിന്നെ അഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അല്ലത് കൊടുക്കത്തില്ല, എന്നെ ഇടിക്കുമായിരുന്നു. പിന്നെ അത് പിന്നെ ഞാൻ തനി വെള്ളയായിട്ടോ കളറ് കുഞ്ഞിലെ മേടിച്ചില്ല 6 മാസം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അത് പെടലി തൊട്ട് കറുപ്പുമായി, കാലും കറുപ്പായി. പിന്നെ അതിന്റെ രീതി അങ്ങ് മാറി. അങ്ങനെ ഞാൻ കൊടുത്തേ. ഇപ്പൊ പിന്നെ ഒരു പോത്തുണ്ട് അല്ലേ? പോത്ത് എത്ര മാസമായത്? അതിപ്പോ 8 മാസം. പോത്തിന് എക്സ്പീരിയൻസ് ആവും. നേരത്തെ മുതൽ അനീഷ് പോത്തിനെ മേടിച്ച് വളർത്തി വിൽക്കുകയും ചെയ്യുന്നത്. അനീഷ് ഒരു മേശരിയും കൂടാ. പിന്നെ എന്റെ ചാനലിൽ എന്ത് പോരാഴി ഉണ്ടെങ്കിലും ക്ഷമിക്കണം. ഇതുവരെയുള്ള എല്ലാ പോരാഴികളും ക്ഷമിച്ച് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് 1000 നന്ദി. അപ്പൊ നമുക്ക് കാളെ കൊണ്ടുവന്ന വീഡിയോ കാണാം. അപ്പൊ എങ്ങനെ കാളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അത് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, വണ്ടിയൊക്കെ എത്തുന്നിടം വരെ ഉള്ളൂ. അത് കഴിയുമ്പോൾ കാള ഇച്ചിരി ഒന്ന് പിണങ്ങിയായിരുന്നു. കാരണം പിന്നെ ക്യാമറയൊക്കെ ഓഫ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കാളെ കൊണ്ടുവന്ന് നമുക്ക് കാണാം. മനസ്സിലായി, രോഗം മനസ്സിലായിട്ടുണ്ട്. വേലി അടയ്ക്കണം. അതിലിട്ടു നമ്മളിവിടെ നിൽക്കുന്ന കായൽ തീരത്താണ്. കായൽ തീരത്താണ്, അടിപൊളി സ്ഥലമാണ്. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടായി വരുന്നത്, അമ്മയെന്ന് പറഞ്ഞ ബോട്ട്. ഇത് മീൻ പിടിക്കാൻ പോയിട്ട് വരുക. ഇന്നത്തെ ക്യാമറമാൻ അയ്യപ്പനായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അയ്യപ്പനായിരുന്നു ഇതുവരെയുള്ള ക്യാമറമാൻ. കൊച്ചേട്ടി പാലമൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. കാണുന്ന കൊച്ചേട്ടി പാലമാണ്. പിന്നെ ഈ കാണുന്ന വാരിയേഴ്സിന്റെ റിസോർട്ടാണ്. വാരിയേഴ്സിന്റെ വിദേശികളൊക്കെ വരുന്നവർ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നതും താമസിക്കുന്നതും. പിന്നെ പുറത്ത് അക്കര നല്ല അടിപൊളി പച്ചപ്പായ സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒക്കെ ബൈ. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട. എന്ത് പോരാടിയുണ്ടെങ്കിലും എല്ലാവരും ക്ഷമിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് ഈ ചാനലിന്റെ എന്റെയും വിജയം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഒക്കെ ബൈ.